അത് എന്ത് കാര്യമായാലും ഏത് കാര്യമായാലും നമ്മുടെ ഭാഗത്താണ് 100% ശരി എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, അവരെ സമ്മതിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും തർക്കത്തിന് നിൽക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. കഥ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന, നിങ്ങൾ എല്ലാവരും കേട്ട കഥയായിരിക്കാം. എങ്കിലും അതിന്റെ അവസാന ഭാഗത്ത് നമുക്കൊരു പാഠമുണ്ട്. ആ പാഠം പറയണമെങ്കിൽ നമുക്ക് ഈ കഥ പറഞ്ഞേ മതിയാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. ഉച്ചാസ് ക്രിയേഷൻ യൂട്യൂബ് ചാനൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഒരു കാട്ടില് ഒരു പുലിയും ഒരു കഴുതയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ച് അവരൊരു തർക്കത്തിലെത്തി. എന്താ തർക്കം എന്നറിയോ? പുലി പറയുന്നു പുല്ലിന്റെ നിറം പച്ചയാണ് എന്ന്, എന്നാൽ കഴുത പറയുന്നു പുല്ലിന്റെ നിറം മഞ്ഞയാണ് എന്ന്. ഇത് പറയുമ്പോൾ ചില ആളുകൾ പറഞ്ഞേക്കാം മഞ്ഞ നിറമുള്ള പുല്ലും ഉണ്ടല്ലോ എന്ന്. എന്നാൽ ഇവിടുത്തെ തർക്കം പച്ചയായ പുല്ലിനെ കുറിച്ച് തന്നെയാണ്. ഇവർ തർക്കിച്ച് അവസാനം ഈ തർക്കം കാട്ടിലെ രാജാവാകുന്ന സിംഹത്തിന്റെ അടുത്തെത്തി. സിംഹം ഇവർ രണ്ടാളെയും വിസ്തരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വിസ്തരിച്ചിട്ട് അതിന്റെ വിധി കേൾക്കാൻ വേണ്ടി ഒരുപാട് മൃഗങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട്. രണ്ടാളുകളെയും വിസ്തരിച്ച രാജാവ് അവസാനം ആ വിധി വായിച്ചു. എന്താണ് വിധി? പുലിക്ക് 6 മാസത്തെ ജയിൽവാസം വിധിക്കുകയും ജയിലിൽ അടക്കുകയും ചെയ്തു. കഴുതയാണെങ്കിലോ നിരപരാധിയാണ്. കഴുത വളരെ സന്തോഷത്തോടു കൂടി പോയി. അപ്പോ ഈ പുലി രാജാവിനോട് ചോദിച്ചു, അല്ല രാജാവേ, ഞാൻ പറഞ്ഞതല്ലേ സത്യം? പുല്ലിന്റെ നിറം പച്ചയല്ലേ? എന്നിട്ടും നിങ്ങൾ എന്തിനാണ് എന്നെ ശിക്ഷിച്ചത്? ഇത് ചോദിക്കുമ്പോൾ അവിടെ രാജാവ് പറഞ്ഞ ഒരു വാക്കുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കഴുത എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിയില്ലാത്ത ജീവിയാണ്. ആ ബുദ്ധിയില്ലാത്ത ജീവിയോട് നീ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വെറുതെ തർക്കിച്ച് സമയം കളഞ്ഞു. അതാണ് നീ ചെയ്ത തെറ്റ്. അതിനാണ് നിന്നെ ഞാൻ ശിക്ഷിച്ചത് എന്ന്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറയുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം 100% ശരിയായിട്ടും അത് പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളുകളോട്, അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ആളുകളോട്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആളുകളോട് നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞുകൊണ്ട് വെറുതെ തർക്കിക്കാൻ നിൽക്കരുത്. വെറുതെ തർക്കിച്ചുകൊണ്ട് അവരെ വിശ്വസിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. അത് എവിടെയായാലും, അത് കുടുംബത്തിലായാലും സുഹൃത്തുക്കളിലായാലും ജോലി സ്ഥലത്തായാലും എവിടെയായാലും നമുക്കെല്ലാവർക്കും ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്ഥലത്ത് നമ്മൾ നിൽക്കണം. അത് എന്ത് കാര്യമായാലും ഏത് കാര്യമായാലും നമ്മുടെ ഭാഗത്താണ് 100% ശരി എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, അവരെ സമ്മതിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും തർക്കത്തിന് നിൽക്കരുത്. അള്ളാഹു താല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളാവാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.